യുനെസ്കോ പുരസ്കാര നിറവിൽ തിളങ്ങി 3 വനിതകൾ. യുനെസ്കോ പുരസ്കാരത്തിന് അർഹത നേടിയ കോഴിക്കോട് കരുവണ്ണൂർ കുന്നമംഗലം ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപം സംരക്ഷണ പ്രവർത്തനത്തിന്റെ അണിയറയിലെ പ്രധാന താരങ്ങൾ 3 വനിതകളാണ്. മൂവരുടെയും കൂട്ടായ്മയായ ഇഴ ഹെറിറ്റേജാണ് കർണികാര മണ്ഡപത്തിന്റെ പൈതൃക സംരക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത്. കുന്നമംഗലം ക്ഷേത്രാധികാരികളും നാട്ടുകാരും സന്തോഷത്തിലാണ്. ക്ഷേത്രത്തെ തേടിയെത്തിയ ലോകോത്തര പുരസ്കാരം നാടിന്റെ യശസ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിയതിന്റെ ആവേശം ഇപ്പോഴും ചോർന്നിട്ടില്ല. നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം എടുത്തു പറയേണ്ട 3 പേര് കൂടിയുണ്ട് ഈ പുരസ്കാര നേട്ടത്തിന് പിന്നിൽ. കോഴിക്കോട് സ്വദേശി സബിത രാജ്, തൃശൂർ സ്വദേശി സ്വാതി, തിരുവനന്തപുരം സ്വദേശി ഋതു. പുരസ്കാരം ലഭിച്ചതറിഞ്ഞ് ക്ഷേത്രം സന്ദർശിക്കാൻ ഓടിയെത്തിയിരിക്കുകയാണ് ഈ ആർക്കിടെക്റ്റുകൾ. നമുക്ക് ശരിക്കും ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് കാണുന്നത്. ബിൽഡിംഗ് ആയിട്ടല്ല കണ്ടത്, ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ആത്മാവുള്ളൊരു വസ്തുവായിട്ടാണ് കണ്ടത്. നമ്മളുടെ ഈ ഒരു നമ്മളൊരു പ്രൊഫഷനിൽ നമുക്കിത് ഭയങ്കര ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കോഴിക്കോട് കോംട്രസ് ഫാക്ടറി നവീകരിക്കാനുള്ള ഡിസൈനിനായി നടത്തിയ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇഴ എന്ന പേരിൽ ഇവർ കൂട്ടായ്മ തുടങ്ങുന്നത്. അതാണിന്ന് അന്താരാഷ്ട്ര തലത്തിലും തിളങ്ങുന്ന സംരംഭമായി മാറിയിരിക്കുന്നത്. കർണികാര മണ്ഡപം പുതുക്കി പണിയുന്നതിൽ നാട്ടുകാരുടെ അക്കമഴിഞ്ഞ സഹായം ലഭിച്ച സന്തോഷവും ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഒരു നാഷണൽ ലെവലിലോ അല്ലെ സ്റ്റേറ്റ് ലെവലിലോ പൈതൃക സംരക്ഷണത്തിന്റെ അടിയിൽ പെടാത്തൊരു കർണികാര മണ്ഡപമാണ്. അതുകൊണ്ട് ഇതിന്റെ സംരക്ഷണത്തിലൂടെ ഇതുപോലെയുള്ള ബാക്കി പൈതൃക മണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും അതുകൂടാതെ തന്നെ തറവാടുകളും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള മണ്ഡപങ്ങളൊക്കെ സംരക്ഷിക്കാനൊരു നല്ലൊരു ഉപാധിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അനുവദിക്കപ്പെട്ട സമയത്തിന് മുൻപേ ക്രമീകരണങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചത് ഗുണപരമായെന്നാണ് ഇവരുടെ പക്ഷം. 3 months ആയിരുന്നു നമ്മുടെ ടൈം ലൈൻ തന്നത്. അപ്പോൾ ജാനുവരിയിൽ നമ്മളിവിടെ എത്തി. പിന്നെ നമ്മൾ ഇത്രയും നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീമിനെ അറേഞ്ച് ചെയ്തു. ബിക്കോസ് മാർച്ച് എൻഡിൽ മീനത്തിലെ ഭരണിയിലാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ. അപ്പോൾ അതിനു മുമ്പ് ഇത് ഫിനിഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരെയും എല്ലാവരെയും എത്തിക്കാൻ സാധിച്ചു നമുക്ക്. ക്ഷേത്രം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് പൂജാരിയും. ജീർണാവസ്ഥയിലായ സ്ഥിതിയിൽ നിന്ന് നല്ലൊരു നിലയിലേക്ക് എത്താനുള്ള ഒരു ഇനി അങ്ങോട്ടുള്ള ഒരു പ്രചോദനമാണ്. ഇതിന് മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഐശ്വര്യമാണ്. മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവൻ്റെ വാഹനമായിട്ടാണ് കരുതുന്നത്. നമ്മളെ വീട്ടിലൊരു വാഹനമുണ്ട്, അത് നന്നല്ലെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമുക്കൊരു സന്തോഷവും ഒരു കിട്ടും. യുനെസ്കോ പുരസ്കാരത്തിന് പുറമെ മറ്റനവധി അംഗീകാരങ്ങളും ഇഴയെ തേടിയെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പ്രൊജക്ടുകൾ ചെയ്ത് പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് മൂവരും. ജനം, കോഴിക്കോട്.